കണ്ണമാലിയിൽ ജനങ്ങളുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കടലേറ്റം രൂക്ഷമായിരിക്കുന്ന പശ്ചാത്തലം, ജനജീവിതം ദുസ്സഹമായിരിക്കുന്ന പശ്ചാത്തലം, അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല, നിരവധി തവണ പരാതിപ്പെട്ടിട്ടുമെന്നുള്ള ആക്ഷേപം. അതിനിടയിൽ അവിടെ വലിയ ജനകീയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നൊരു വിവരം, ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഹൈക്കോടതി ജഡ്ജിയുടെ വാഹനം കടത്തിവിടാതെ പ്രതിഷേധക്കാർ, ജനങ്ങൾ എന്നുള്ളതാണ്, ജഡ്ജി മടങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അശ്വിൻ, എന്താണ് പുതിയ വിവരം? അശ്വിൻ, റിജിത്ത്, ഏകദേശം 8 മണിക്കൂർ പിന്നിടുന്നു സമരം ആരംഭിച്ചിട്ട്. അതിനിടെ അല്പസമയത്തിനുള്ളിൽ കളക്ടർ ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഇവിടേക്ക് എത്തുമെന്നുള്ളൊരു വിവരം ലഭിച്ചിരുന്നു. അതിനിടെയാണ് ഹൈക്കോടതി ജഡ്ജിയുടെ വാഹനം ഈ തീരദേശ പാതയിലൂടെ എത്തിയത്. അത് ഈ സമരക്കാരെ മറികടന്ന് വേണം മുന്നോട്ട് പോകാൻ. എന്തായാലും ആ വാഹനം കടത്തിവിട്ടില്ല സമരക്കാർ എന്നുള്ളതാണ് അല്പസമയം മുമ്പോടെ സംഭവിച്ചത്. ജഡ്ജിയുടെ വാഹനം കടത്തിവിടാനാകില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് സമരക്കാർ പോവുകയായിരുന്നു. പിന്നീട് പോലീസൊക്കെ എത്തി ഇവരോട് അവിടെ നിന്ന് മാറണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അവർ തയ്യാറായില്ല. പിന്നീട് വാഹനം തിരികെ മറ്റൊരു വഴിയിലൂടെയാണ് പോയത്. പോലീസിന്റെ എസ്കോർട്ടോടുകൂടി തന്നെ, ഈ സമരസ്ഥലത്തുണ്ടായിരുന്ന കണ്ണമാലി പോലീസിന്റെ എസ്കോർട്ടോടുകൂടി തന്നെ ജഡ്ജിയുടെ വാഹനം മറ്റൊരു വഴി കടത്തിവിടുകയായിരുന്നു. എന്തായാലും വലിയ പ്രതിഷേധമാണ് ജഡ്ജി ഇവിടെ എത്തിയപ്പോൾ സമരക്കാർ ഉന്നയിച്ചത്. ഇത്രയും നാളും തങ്ങളുടെ പ്രശ്നം ഉന്നയിച്ചപ്പോൾ എത്താത്ത പല ആളുകളും മറ്റു വഴി പോകുമ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങൾ കാണുന്നു, അവർക്ക് വേണ്ടി വഴി മാറിക്കൊടുക്കാൻ തൽക്കാലം തങ്ങൾക്കാവില്ല എന്നുള്ളൊരു നിലപാടാണ് അവർ സ്വീകരിച്ചത്. എന്തായാലും ആ പ്രതിഷേധത്തിന് മുന്നിൽ ജഡ്ജിക്ക് മടങ്ങി പോകേണ്ടി വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അല്പസമയത്തിനുള്ളിൽ ഇവർ ആവശ്യപ്പെട്ടതുപോലെ ജില്ലാ കളക്ടർ NSK ഉമേഷ് ഈ സമരസ്ഥലത്തേക്ക് എത്തും. അതിനുള്ളിൽ ആ ചർച്ചയിൽ NSK ഉമേഷ് കളക്ടർ എത്തിയുള്ള ചർച്ചയിൽ ഇവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് പറയുന്നത്. പ്രശ്നപരിഹാരമല്ല, 3 ദിവസത്തെ ഒരു സാവകാശമാണ് അവർ തേടുന്നത്. അത് കൃത്യമായ കാര്യങ്ങൾ പഠിക്കാനും ഇവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അംഗീകരിക്കാനാകുമോ, അത് നടപ്പാക്കാനാകുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇവരുമായി ചർച്ച ചെയ്യാനും ഒക്കെ വേണ്ടിയാണ് കളക്ടർ എത്തുന്നത്. ഡെപ്യൂട്ടി കളക്ടറെ ആദ്യഘട്ടത്തിൽ ഇവിടെ എത്തിയെങ്കിലും അത് പോരാ, ജില്ലാ കളക്ടർ നേരിട്ടെത്തണം എന്നുള്ള നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ മറ്റു തിരക്കുകൾ ഒഴിവാക്കി ജില്ലാ കളക്ടർ അല്പസമയത്തിനുള്ളിൽ ഇവിടേക്ക് എത്തുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, രാവിലെ 6 മണിക്ക് ആരംഭിച്ച സമരം ഇപ്പോഴും അതുപോലെ തന്നെ തുടരുകയാണ്. കൂടുതൽ ആളുകൾ സമരത്തിന്റെ ഭാഗമായി എത്തുന്നു എന്നുള്ളതും നമ്മൾ കണ്ടതാണ്. നമുക്ക് ഈ ഹൈക്കോടതി ജഡ്ജിയുടെ വാഹനം പോലും കടത്തിവിടാത്ത രീതിയിൽ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഞങ്ങൾക്കറിയില്ല ആരാ ജഡ്ജി, അത് ജഡ്ജിക്ക് എത്തി പ്രദർശനം പറയേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കറിയില്ല. കാരണം ഈ പ്രദർശനം ജഡ്ജിയില്ല, പിന്നെ എന്തുകൊണ്ട് ഇവിടേക്ക് വന്നു എന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. മറ്റൊരു വഴി പോകാനാണ് വന്നത്. അപ്പം ഒരു വാഹനം കടത്തിവിടില്ല, അത് സമരത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ജഡ്ജിയല്ല, സുപ്രീം കോടതി ജഡ്ജിയല്ല, ആര് വന്നാലും കടത്തിവിടുന്ന പ്രശ്നം. റിജിത്ത്, ഇതാണ് അവരുടെ നിലപാട്. ജഡ്ജിയല്ല ആര് വന്നാലും സമരത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ടൊരു അല്ലെങ്കിൽ ഈ സമരം മാറ്റിവെച്ച് അവരെ കടത്തിവിടാൻ തയ്യാറല്ല എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ജില്ലാ കളക്ടർ ഇവിടേക്ക് എത്തും. ശരി, അശ്വിൻ പാലാഴി അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങൾ, പ്രതികരണങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. കടൽഭിത്തി നിർമ്മാണം അടിയന്തരമായി വേണം എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. കടലേറ്റം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ നിരവധി തവണ അവർ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. പക്ഷേ അധികൃതർ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള പരാതിയെ തുടർന്ന് ഇപ്പോൾ തീരദേശപാത ഉപരോധിക്കുന്ന നടപടിയിലേക്ക് അവർ കടന്നിരിക്കുന്നു. ഹൈക്കോടതി ജഡ്ജിയുടെ വാഹനം തടയുകയും ചെയ്തു. ഇപ്പോഴവിടേക്ക് ജില്ലാ കളക്ടർ എത്തിയിട്ടുണ്ട്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അശ്വിൻ പാലാഴി തുടരുന്നുണ്ട്. അശ്വിൻ, ഇപ്പോൾ കളക്ടർ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഒരു സമവായം രൂപപ്പെടാനുള്ള സാധ്യതയുണ്ടോ അശ്വിൻ? ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. രാവിലെ മുതൽ ഇവരുടെ പ്രധാന ആവശ്യം സർക്കാർ പ്രതിനിധിയായി ജില്ലാ കളക്ടർ എത്തി ഇവരുടെ പ്രശ്നങ്ങൾ കേൾക്കണമെന്നുള്ളതാണ്. എന്തായാലും ആദ്യഘട്ടത്തിൽ അതിന് കളക്ടർ തയ്യാറായിരുന്നില്ല. മറ്റ് ഔദ്യോഗിക തിരക്കുകൾ ഉള്ളതുകൊണ്ട് ഡെപ്യൂട്ടി കളക്ടറെ പകരം അയക്കുകയായിരുന്നു. പക്ഷേ അതിന് തയ്യാറല്ല. ഡെപ്യൂട്ടി കളക്ടർ എത്തിയാൽ പോരാ, കളക്ടർ തന്നെ നേരിട്ടെത്തണം എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു അവർ. എന്തായാലും അവരുടെ ആ ഒരു നിലപാട് വിജയം കണ്ടിരിക്കുന്നു. കളക്ടർ ഇപ്പോൾ സമരം 8 മണിക്കൂർ പിന്നിടുമ്പോൾ ജില്ലാ കളക്ടർ നേരിട്ട് ഇവരുടെ സമരസ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ആ സമരസമിതി പ്രവർത്തകരുമായി കളക്ടർ സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അവരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കും. അതായത് ടെട്രാപോഡ് സ്ഥാപിക്കണമെന്നുള്ളതാണ് പ്രധാന ആവശ്യം. അതുവരെ താൽക്കാലികമായെങ്കിലും ഈ കൊച്ചി പോർട്ട് ഡ്രഡ്ജ് ചെയ്യുന്ന മണ്ണ് അത് കൊച്ചി ചെല്ലാനം തീരത്തിട്ട് താൽക്കാലികമായെങ്കിലും പ്രശ്നം പരിഹരിക്കണമെന്നുള്ള ഒരു ആവശ്യം കൂടി ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും അതൊക്കെ പരിഹരിക്കാം. അത് ഇവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ അത് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് 3 ദിവസത്തെ സാവകാശം വേണം. കണ്ണമാലിയിൽ വലിയ ജനകീയ പ്രതിഷേധം നടക്കുകയാണ്. തീരദേശപാത ഉപരോധിച്ചുകൊണ്ടാണ് നാട്ടുകാരുടെ പ്രതിഷേധം. ഈ വഴിയെത്തിയ എല്ലാ വാഹനങ്ങളും തടയുകയാണ്. നേരത്തെ ഹൈക്കോടതി ജഡ്ജിയെ കടത്തിവിടാതെയുള്ള പ്രതിഷേധവും നമ്മൾ കണ്ടിരുന്നു. ജില്ലാ കളക്ടർ നേരിട്ടെത്തണം, ചർച്ച നടത്തണം, പ്രശ്നപരിഹാരത്തിന് ഉറപ്പ് നൽകണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഇപ്പോൾ ജില്ലാ കളക്ടർ അവിടേക്ക് എത്തിയിരിക്കുകയാണ്.
ജില്ലാ കളക്ടറുമായി പ്രതിഷേധക്കാർ സംസാരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. റോഷി അഗസ്റ്റിനും പി രാജീവും പ്രഖ്യാപിച്ചതാണ്, പണം പാസ്സായി എന്നും പറഞ്ഞ് പ്രഖ്യാപിച്ചതാണ്. ഇതുവരെ നവംബറും കഴിഞ്ഞ് ഇപ്പൊ ജൂലൈ ആയി. കഴിഞ്ഞ വർഷം ഇതേ മാസം സാർ ഇവിടെ വന്ന് ഇവിടെ മുതൽ അവിടം വരെ നടന്നു. സാറിന്റെ കൂടെ 1/2 കിലോമീറ്ററിലധികം ഞാനും നടന്നു. സംസാരിച്ചതാണ്. ഇവിടെ കോർട്ടിന്റെ മണ്ണടിക്കണം എന്ന് ഞാൻ അന്ന് സാറിനോട് പറഞ്ഞതാണ്. അത് ഈ ചെവി കുളിക്കട്ടെ, ഈ ചെവി കുളിക്കണം. അന്ന് നമ്മളുടെ എല്ലാവരോടും സാറ് പറഞ്ഞ് ഇവിടെ എല്ലാം ശരിയാക്കി തരാം, എല്ലാം ഉടനെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ സംഭവിച്ചത് ചെല്ലാനത്ത് 7.36 കിലോമീറ്റർ സ്ഥലത്ത് 344.2 കോടി രൂപയുടെ പദ്ധതി വന്നപ്പോൾ അവിടെ ബസാർ വേളാങ്കണ്ണി പ്രദേശത്ത് 6 പുലിമുട്ടുണ്ട്. ആ പുലിമുട്ടിട്ടപ്പോ ആ പ്രദേശത്ത് ആഴം കുറഞ്ഞ് ആ പ്രദേശത്തു നിന്നുള്ള മണ്ണ് വരവ് ഇങ്ങോട്ടില്ലാതെ തീരെ കളഞ്ഞ് നമ്മുടെ ഈ ചെല്ലാനം കൊച്ചി തീരത്ത് തെക്ക് നിന്ന് വടക്കോട്ടാണ് 24 മണിക്കൂറും 365 ദിവസവും വെള്ളമൊഴുകുന്നത്. ആ വെള്ളത്തോടൊപ്പം മണ്ണൊഴുകി പോകുന്നു. അപ്പൊ ഇവിടെ പുതിയ മണ്ണ് വരുന്നില്ല, നിലവിലുള്ള മണ്ണ് ഒഴുകിപ്പോയി. മണ്ണൊഴുകി പോകുമ്പോ തീരെ കടലിൽ ആഴം പോകും. ശരി, എന്തായാലും അവിടെ ജില്ലാ കളക്ടറുമായുള്ള ചർച്ച നടക്കുന്നുണ്ട്. പ്രതിഷേധക്കാർ അവരുടെ ആവശ്യങ്ങൾ ജില്ലാ കളക്ടറെ വീണ്ടും അറിയിക്കുന്നു.